ഹായ് കൂട്ടുകാരെ, എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമയചക്രം എന്ന പാഠഭാഗത്ത് സമയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. കാണാത്തവർ ആ ഭാഗം കണ്ട ശേഷം മാത്രം നമ്മുടെ ഈ വീഡിയോ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ കൂട്ടുകാരെ. എന്നാൽ മാത്രമേ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തുകയുള്ളൂ. നമുക്ക് ഇന്ന് കലണ്ടർ പഠിക്കാം. കലണ്ടറിൽ നമുക്കറിയാം, സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങളാണ് ഉള്ളത്. അതിവർഷങ്ങളിലോ 366 ദിവസങ്ങളും. ആ കാര്യം മറക്കരുത്. ഒരു വർഷം എത്ര ആഴ്ചകളാണുള്ളത്? സാധാരണ വർഷത്തിൽ 52 ആഴ്ചകളും ഒരു ദിവസവും ഉണ്ട്. എന്നാൽ അതിവർഷത്തിൽ 52 ആഴ്ചകളും 2 ദിവസവും ഉണ്ടാകും. സാധാരണ വർഷത്തിലും അതിവർഷത്തിലും ആഴ്ചകളുടെ എണ്ണം 52 സെയിമാണ്. എന്നാൽ സാധാരണ വർഷത്തിൽ 52 ആഴ്ചകളോടൊപ്പം ഒരു ദിവസമാണ്. അതിവർഷത്തിൽ 52 ആഴ്ചകളോടൊപ്പം 2 ദിവസമാണ് എന്ന കാര്യം മറക്കരുത്. സാധാരണ വർഷത്തിൽ ജനുവരി 1 ഏതു ദിവസമാണോ അതേ ദിവസം തന്നെയാണ് ആ വർഷത്തെ ഡിസംബർ 31. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം 28 ദിവസങ്ങൾ മാത്രമുള്ള മാസമാണ് എന്ന് ഉറപ്പിക്കണം. അത് സാധാരണ വർഷമാണ് എന്ന കാര്യം ഓർക്കുമല്ലോ. അപ്പോൾ ആ സാധാരണ വർഷത്തിൽ ജനുവരി 1 ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ഡിസംബർ 31 അതേ ദിവസം തിങ്കളാഴ്ച തന്നെയാണ്. അതിവർഷങ്ങളിൽ ഏത് ദിവസമാണോ ജനുവരി 1 അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. അത് ഓർമ്മിക്കണം. അതിവർഷങ്ങളിൽ ഏത് ദിവസമാണോ ജനുവരി 1, അതായത് ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. അതായത് ഡിസംബർ 31 ചൊവ്വാഴ്ചയായിരിക്കും. നമുക്ക് നോക്കാം. 2021 ജനുവരി 1 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 2021 ഡിസംബർ 31 വെള്ളിയാഴ്ചയാണ്. അതായത് 2021 അതിവർഷം അല്ല, സാധാരണ വർഷമാണ്. അതുകൊണ്ട് ജനുവരി 1 ഡിസംബർ 31 എന്തായിരിക്കും? സെയിം ഡേ ആയിരിക്കും. എങ്കിൽ 2022 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ചോദ്യം വരാം. അപ്പോൾ നമ്മൾ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ എന്നൊന്നും ചിന്തിച്ചിരിക്കരുത്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരണം, സാധാരണ വർഷത്തിൽ ന്യൂ ഇയർ ഡേയും ഇയർ എൻഡ് ഡേയും എന്താണ്? സെയിം ഡേ ആണ്. അപ്പം തൊട്ടടുത്ത ദിവസം അതിലെ തൊട്ടടുത്ത ദിവസമായിരിക്കുമെന്ന കാര്യം. അപ്പം ശനിയാഴ്ചയാണ് 2022 ജനുവരി 1. ഇനി നമുക്ക് നോക്കാം, അതിവർഷത്തിലേക്ക് കടക്കുകയാണ്. 2020 അതിവർഷം ആണ്. അപ്പം 2020 ജനുവരി 1 ബുധനാഴ്ചയും. അപ്പോൾ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? വ്യാഴാഴ്ചയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിവർഷത്തിൽ ന്യൂ ഇയർ ഡേയുടെ തൊട്ടടുത്ത ഡേ ആയിരിക്കും ഇയർ എൻഡ്. അതായത് ഡിസംബർ 31 ന്യൂ ഇയർ ഡേ 2020 ബുധനാഴ്ചയാണ്. അപ്പോൾ ഇയർ എൻഡ് ബുധനാഴ്ചയുടെ തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ചയായിരിക്കും എന്ന കാര്യം മറക്കരുതേ.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2021 നവംബർ 14 ഞായറാഴ്ചയായിരുന്നല്ലോ. അടുത്ത വർഷം 2022 നവംബർ 14 ഏത് ദിവസമായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. ശ്രദ്ധിക്കണേ, 2021 എന്ന് പറഞ്ഞാൽ സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് നോക്കണം. സാധാരണ വർഷമാണ്. നവംബർ 14 ഞായറാഴ്ചയായിരുന്നു. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം 2022 നവംബർ 14 തിങ്കളാഴ്ചയായിരിക്കും. 2021 ജനുവരി 1 വെള്ളിയെങ്കിൽ ആ വർഷം ആകെ എത്ര വെള്ളിയാഴ്ചകൾ ഉണ്ടാകും? ശ്രദ്ധിക്കേണ്ടത്, 2021 ഒരു സാധാരണ വർഷമാണ്, നോർമൽ ഇയർ ആണ്. അതിനാൽ 52 ആഴ്ചകളും ഒരു ദിവസവുമാണല്ലോ ഉള്ളത്, നമ്മൾ മുൻപ് പറഞ്ഞു. അപ്പോൾ 52 വെള്ളിയാഴ്ചകളും കൂടാതെ ബാക്കിയുള്ള ഒരു ദിവസവും വെള്ളി തന്നെയാണ്. ആകെ 53 വെള്ളിയാഴ്ചകളും ബാക്കി എല്ലാ ദിവസങ്ങളും 52 ആഴ്ചകൾ വീതവുമാണ് ഉണ്ടാവുക. നമുക്കിനി 30 ദിവസങ്ങളുള്ള മാസങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ നമ്മുടെ മുഷ്ടിയൊക്കെ പിടിച്ച് നമ്മുടെ കൈവിരലിൻ്റെ എല്ലുകളൊക്കെ എണ്ണി നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടാവുക? 31 ദിവസം ഉണ്ടാവും. ഫെബ്രുവരിയിൽ സാധാരണ വർഷമാണെങ്കിൽ 28. അതായത് നമ്മുടെ എല്ലിൻ്റെ മുകളിലല്ല, എല്ലിൻ്റെ താഴെയാണ്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ 28ആണ്. അതിവർഷമാകുമ്പോൾ 29. മാർച്ച് ആകുമ്പം വീണ്ടും എല്ലിൻ്റെ മുകളിലാണ്, 31ആണ്. ഏപ്രിൽ ആകുമ്പം വീണ്ടും നമ്മുടെ എല്ലിന് താഴെ കുഴിയിലാണ്, അപ്പോൾ 30. മെയ്യിൽ വീണ്ടും എല്ലിൻ്റെ മേലെ വരും, അപ്പോൾ 31. ജൂൺ വീണ്ടും കുഴിയിലോട്ട് വരും, അപ്പോൾ ജൂൺ 30. ജൂലൈ വീണ്ടും എല്ലിലോട്ട് വരും, 31. ഓഗസ്റ്റ് വീണ്ടും എല്ലിലോട്ട്, 31. സെപ്റ്റംബർ കുഴിയിലാണ്. അപ്പം നമുക്ക് ജൂലൈയും ഓഗസ്റ്റും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തടുത്ത് വരുന്ന 31 ദിവസങ്ങളുള്ള മാസമാണ് ജൂലൈ ആൻഡ് ആഗസ്റ്റ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 30. ഒക്ടോബർ വീണ്ടും എല്ലിന് മുകളിലായതുകൊണ്ട് 31. നവംബർ കുഴിയിലായതുകൊണ്ട് 30. ഡിസംബർ വീണ്ടും എല്ലിന് മുകളിലായതുകൊണ്ട് 31. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ മാസങ്ങൾ 30 ദിവസങ്ങളുള്ള മാസങ്ങളാണ്. നമുക്ക് ഏപ്രിലിൻ്റെ എ എടുക്കാം, കോഡായിട്ട് പഠിക്കാം, മറന്നു പോവാതിരിക്കാൻ. എ. ജൂണിൻ്റെ ജൂ, എ ജൂ. സെപ്റ്റംബറിൻ്റെ സേ എടുക്കാം, സേ. ന, നവംബറിൻ്റെ ന, എജുസേന. എജുസേനയാണ് 30 ദിവസങ്ങളുള്ള മാസങ്ങൾ. അപ്പം എ ഫോർ ഏപ്രിൽ, ജൂ ഫോർ ജൂൺ, സേ ഫോർ സെപ്റ്റംബർ, ന ഫോർ നവംബർ. എജുസേന 30 ദിവസങ്ങളുള്ള മാസങ്ങൾ. ഇനി നമുക്ക് 31 ദിവസങ്ങളുള്ള മാസങ്ങൾ നോക്കിയാലോ? ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. അപ്പം നമ്മൾ ഓർക്കേണ്ടത് എ ജു സേ ന, ഇവ 30 ദിവസങ്ങളുള്ള മാസങ്ങളും ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29. മറ്റ് മാസങ്ങളൊക്കെ 31 ദിവസങ്ങളുള്ള മാസങ്ങളാണ് എന്ന കാര്യം മറക്കരുത്. ഇനി നമുക്ക് സാധാരണ വർഷത്തിൽ ഫെബ്രുവരി 28 ദിവസമാണ്, അതിവർഷങ്ങളിൽ 29 ദിവസങ്ങളാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 31 ദിവസങ്ങളുള്ള മാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ഓർമ്മ വേണം എപ്പോഴും.
31 ദിവസങ്ങളുള്ള മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. ഇവയിലെ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയിലും വരുന്ന ദിവസങ്ങൾ ആ മാസം 5 എണ്ണം കാണും. അതായത് 1-ാം തീയതി ഞായറാഴ്ച, 2-ാം തീയതി തിങ്കളാഴ്ച, 3-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ ഈ 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 5 ഞായറാഴ്ചകളും 5 തിങ്കളാഴ്ചകളും 5 ചൊവ്വാഴ്ചകളും ഉണ്ടാകും. ബാക്കിയുള്ള ദിവസങ്ങൾ, അതായത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഈ ദിവസങ്ങൾ 4 എണ്ണം വീതവുമായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ജനുവരി 1 ശനിയാഴ്ചയായാൽ ആ മാസം എത്ര ശനിയാഴ്ചകൾ കാണും? 5 എന്നാണ് ഉത്തരം. കാരണം ജനുവരി 31 ദിവസമുള്ള മാസമാണ്. അവിടെ എന്തായിരിക്കും? 1, 2, 3 തീയതികളിൽ വരുന്ന ദിവസങ്ങൾ 5 വീതമായിരിക്കും. അതുകൊണ്ട് ശനി കൂടാതെ ഞായർ, തിങ്കൾ എന്നിവയും 5 എണ്ണം വീതം കാണും. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. 30 ദിവസങ്ങളുള്ള മാസങ്ങളിലെ 1, 2 തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ആ മാസം 5 എണ്ണം വീതം കാണും. 1, 2 തീയതികളിൽ വരുന്നത്, അതായത് 1-ാം തീയതി വെള്ളിയാഴ്ചയും 2-ാം തീയതി ശനിയാഴ്ചയുമാണെന്ന് കരുതുക. അപ്പോൾ 30 ദിവസങ്ങളുള്ള മാസങ്ങൾ നമുക്കറിയാം. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഈ 4 മാസങ്ങളാണ് 30 ദിവസങ്ങളുള്ളത്. അവിടെ 1-ാം തീയതി വരുന്ന ദിവസവും 2-ാം തീയതി വരുന്ന ദിവസവും നേരത്തെ നമ്മൾ പറഞ്ഞു 1 വെള്ളിയാഴ്ചയാണ്, 2 ശനിയാഴ്ചയാണെന്ന് കരുതുക. ആ വെള്ളിയും ശനിയും 5 എണ്ണം വീതം കാണും. ബാക്കിയുള്ള ദിവസങ്ങൾ 4 എണ്ണം വീതമാണ് കാണുക. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇവ 30 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 4 എണ്ണമായിരിക്കും കാണുക. 1-ാം തീയതി വെള്ളിയും ശനിയുമാണെങ്കിൽ എന്ന കാര്യം ഓർക്കണേ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഏപ്രിൽ 2 ബുധനാഴ്ചയാണ്. ഈ മാസം എത്ര വ്യാഴാഴ്ചകൾ കാണും? ഏപ്രിൽ 2 ബുധനാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഏപ്രിൽ മാസം. അത് 31 ആണോ 30 ആണോ എന്നുള്ളത് നോക്കുക. ഏപ്രിൽ നമ്മുടെ ആ കോഡിൽ പഠിച്ചല്ലോ, ഫസ്റ്റ്. അപ്പം അത് 30 ദിവസമാണ്. 30 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 1, 2 തീയതികളിൽ വരുന്ന ദിവസങ്ങളെ 5 എണ്ണം വരൂ. ബാക്കിയൊക്കെ എന്താണ്? 4 എണ്ണേ ഉണ്ടാവും. അപ്പം ഏപ്രിൽ 2 ബുധനാഴ്ചയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണല്ലോ വ്യാഴാഴ്ച. ഏപ്രിൽ 3 വ്യാഴാഴ്ച വരുന്നത്. അപ്പം വ്യാഴാഴ്ചകൾ എത്ര കാണുമെന്നാണ് ചോദിച്ചത്? 4. ഏപ്രിൽ 30 ദിവസമുള്ള മാസമാണ്. 1, 2 തീയതികളിൽ വരുന്ന ദിവസം മാത്രമേ 5 എണ്ണം ഉണ്ടാവൂ. 3-ാം തീയതിയാണ് വ്യാഴം. അതുകൊണ്ട് 4 വ്യാഴാഴ്ചകളെ ഈ മാസം ഉണ്ടാവുകയുള്ളൂ. ചൊവ്വയും ബുധനും 5 എണ്ണം വീതമുണ്ട് എന്ന കാര്യവും മറക്കരുത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ. ഡിസംബർ 3 ബുധനാഴ്ചയായാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ കാണും? നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമാണെന്ന് കരുതിയൊന്നും നിങ്ങൾ ഒഴിച്ചിടരുത്. ഒരു ചോദ്യം പോലും ഒഴിവാക്കരുതേ മക്കളെ. ഡിസംബർ 3 ബുധനാഴ്ച. നമുക്ക് ആദ്യം വേണ്ടത് ഡിസംബർ
എത്ര ദിവസമുള്ള മാസമാണ്? ആ 31 സംശയമൊന്നുമില്ല. ഡിസംബർ 31 ദിവസമുള്ള മാസമാണ്. ഡിസംബർ 3 ബുധനാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആ മാസം എത്ര തിങ്കളാഴ്ചകൾ എന്നാ ചോദിച്ച്. ഡിസംബർ 2 ചൊവ്വയാണ്, ഡിസംബർ 1 തിങ്കളാണ്. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ 1, 2, 3 തീയതികളിൽ വരുന്ന ദിവസങ്ങളിൽ 5 എണ്ണം വീതം കാണും. അപ്പോൾ ഉത്തരം 5 എന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. എല്ലാ മാസങ്ങളിലെയും 1 29 2 30 3 31 തീയതികളിൽ വരുന്ന ദിവസങ്ങൾ ഒരുപോലെ ആയിരിക്കും. അതായത് സെയിം ആയിരിക്കും. മാർച്ച് 1 തിങ്കളാഴ്ചയാണെങ്കിൽ 29 തിങ്കൾ, മാർച്ച് 2 ചൊവ്വയാണെങ്കിൽ മാർച്ച് 30 ചൊവ്വ, മാർച്ച് 3 ബുധനാണെങ്കിൽ മാർച്ച് 31 ബുധൻ. 1 = 29, 2 = 30, 3 = 31. ജൂൺ 2 ചൊവ്വാഴ്ചയാണെങ്കിൽ ജൂലൈ 1 ഏത് ദിവസമായിരിക്കും? ജൂൺ 2 ചൊവ്വാഴ്ച. അങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ജൂലൈ 1 ഏത് ദിവസമായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കൂട്ടാനൊന്നും പോകണ്ട. ജൂൺ 2 ചൊവ്വ, ജൂലൈ 1 ഏത് ദിവസം എന്നാണ് ചോദിച്ചത്, അതേ വർഷം. അപ്പം ജൂൺ 30 ദിവസമുള്ള മാസമാണ്. ജൂൺ 2 ചൊവ്വ, ജൂൺ 30 ചൊവ്വ. അതുകൊണ്ട് ജൂലൈ 1 ബുധനാണ്. ആദ്യം നോക്കേണ്ടത് 30 31 ഉള്ള മാസമാണോ എന്ന് നോക്കണം. എന്നിട്ടാണ് ജൂൺ 2 ചൊവ്വ 2 30 ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂൺ 2 ചൊവ്വ, ജൂൺ 30 ചൊവ്വ. അതുകൊണ്ട് ജൂലൈ 1 ബുധനാണ്. പിന്നെ ഒരുപോലുള്ള മാസമുണ്ട്. മാസത്തിലെ നമ്മൾ കലണ്ടറൊക്കെ ഒന്ന് നോക്കണം. കലണ്ടറിലെ ചില മാസങ്ങൾ ഒരുപോലെയുള്ളവയാണ്. എല്ലാ വർഷങ്ങളിലും മാർച്ചും നവംബറും ഒരുപോലെയാണ്. ഏപ്രിൽ ജൂലൈ ഒരുപോലെയാണ്. സെപ്റ്റംബർ ഡിസംബർ ഒരുപോലെയാണ്. സാധാരണ വർഷത്തിൽ മാത്രം ഒരുപോലെയുള്ള മാസങ്ങളുണ്ട്. സാധാരണ വർഷത്തിൽ മാത്രം ഒരേപോലെ സെയിം മാസങ്ങളുണ്ട്. ജനുവരിയും ഒക്ടോബറും, ഫെബ്രുവരിയും മാർച്ചും നവംബറും. ഇനി നമുക്ക് ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നാലോ. 2019 മാർച്ച് 25 തിങ്കളാഴ്ചയായാൽ 2019 നവംബർ 25 ഏത് ദിവസമായിരിക്കും? നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം മാർച്ചും നവംബറും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തോന്നാം നവംബർ 30 അല്ലേ ഉള്ളൂ, മാർച്ച് 31 അല്ലേ. ആ ഒരു ദിവസത്തിൻ്റെ മാറ്റം നോക്കണ്ട, അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ സെയിം ആണ്. അപ്പം മാർച്ച് 25 തിങ്കളായാൽ 2019 അതേ വർഷം നവംബർ 25 ഏത് ദിവസമാണ്? തിങ്കൾ തന്നെയാണ്. സെയിം ഡേകളായിരിക്കും. 2018 ജനുവരി 4 ഞായറാഴ്ചയായാൽ 2018 ഒക്ടോബർ 5 ഏത് ദിവസമായിരിക്കും? അപ്പോൾ 2018 ജനുവരി 4 ഞായറാഴ്ചയായാൽ 2018 ഒക്ടോബർ 5 ഏത് ദിവസമായിരിക്കും? നമുക്കറിയാം ഇവിടെ ജനുവരിയും ഒക്ടോബറും സെയിമാണ് ദിവസങ്ങൾ. അപ്പം ജനുവരി 4 ഞായറാഴ്ചയാകുമ്പോൾ ഒക്ടോബർ 4 ഞായറാഴ്ചയാകും. ഞായറാഴ്ചയുടെ തൊട്ടടുത്ത ദിവസം ഒക്ടോബർ 5 തിങ്കൾ എന്ന കാര്യം ഓർക്കണേ. ഇനി അതിവർഷങ്ങൾ കുറച്ചെണ്ണം നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ 2024 ഉള്ളത്. ഇനി അടുത്ത അതിവർഷം 2028 ആണ്. 2024 അതിവർഷമാണ്.
ഇനി അടുത്തത് 2028. 2028 കഴിഞ്ഞാൽ 2028 4 കൂടിയ 2032. നമ്മുടെ കഴിഞ്ഞത് 2024 മുൻപുണ്ടായിരുന്നത് 2020, അതിനു മുമ്പ് 2016, 2012, 2008, 2004, 2000. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും.